ഛോട്ടാ മുംബൈ വീണ്ടും എത്തുന്നു. ഛോട്ടാ മുംബൈയുടെ ഏറ്റവും പുതുക്കിയ റിലീസ് വിശേഷങ്ങളുമായി സംസാരിക്കാൻ മണിയമ്പിള്ള രാജുചേട്ടനാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. വൈബ് പടം എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഛോട്ടാ മുംബൈനെ പറ്റി പറയാറുള്ളത്. അങ്ങനെ ഒരു മൊത്തത്തിൽ എല്ലാവർക്കും ആഘോഷിക്കാൻ വരുന്ന സിനിമയാണ്. ആ ഒരു നിർബന്ധം ഉണ്ടായിരുന്നോ സിനിമയുടെ ആദ്യ ചർച്ചയിൽ? അല്ല, എൻ്റെ ഒരു സിനിമകൾ എടുത്തു നോക്കിയാൽ തന്നെ ഹലോമയുടെ റോങ് നമ്പർ ആദ്യം എടുത്തു, അത് കഴിഞ്ഞ് വെള്ളാനങ്ങളുടെ നട എ ഓട്ടോ എടുത്തു. അങ്ങനെ പോകുന്ന ഒരു ജോണം എൻ്റെ ഉണ്ട് സംബന്ധം. അല്ല, അതായത് ഒരു കോമഡിക്ക് ഒരു പ്രിഫറൻസ്, അല്ലെങ്കിൽ ഒരു കോമഡി ആക്ഷൻ പടത്തിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പടങ്ങളാണ് എടുക്കുന്നതൊക്കെ. അപ്പോൾ ഈ രാജമാണിക്യം എന്നുള്ള സിനിമ ഒരു ട്രെൻഡ് സെക്ടറായിരുന്നു അന്നത്തെ കാലത്ത്. രാജമാണിക്യം അനന്തപത്മത്തിൻ്റെ ഓപ്പോസിഷൻ വന്ന പടമാണ് 2005. ആ പടത്തിൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുത്തി. ചെറുപ്പക്കാരെയും വയസ്സായവരെയും സ്ത്രീകളെയും കുട്ടികളെയും എല്ലാ തരത്തിലുള്ള ഹൈ ക്ലാസ്സിനെയും എല്ലാം തൃപ്തിപ്പെടുത്തിയ ഒരു ഫസ്റ്റ് ക്ലാസ് എൻ്റർടൈൻമെൻറ്റ് ഫിലിമായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ അന്നൂർ റഷീദിൽ പറഞ്ഞു, എനിക്കിതുപോലെ മോഹൻലാലിനെ വെച്ചൊരു അടിപൊളി ആക്ഷൻ കോമഡി പടം ഉണ്ടാക്കണം എന്നുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തു. അങ്ങനെ ബെന്നി പി നായരമ്പലത്തിൻ്റെ ഒരു കഥയുണ്ടെന്ന് പറഞ്ഞു. ഇത് ഇങ്ങനെ സംഭവം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ മോഹൻലാലിൻ്റെ തോന്നും വളരെ തിരക്കുള്ള സമയമാണ്, ഒരുപാട് പടങ്ങളുണ്ട്. അപ്പോൾ അന്ന് മോഹൻലാലിൻ്റെ തോയി പറഞ്ഞു, അങ്ങനെ ചോട്ട മുംബൈ എന്നുള്ള സ്ക്രാച്ച് ഉണ്ടെന്ന് കേൾപ്പിച്ചു. ഇത് രസമുണ്ടല്ലോ. നമ്മൾ അൻവർ റഷീദ് അന്നത്തെ കാലത്ത് പുതിയ രീതിയിൽ ചിന്തിക്കുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഇതൊരു കേൾക്കാത്ത സംഭവമില്ല, അതാണ് നമുക്ക് കഥ കേൾക്കാമെന്നാണ്. അങ്ങനെ ബെന്നി പി നായരമ്പലം ഞാനും അൻവർ റഷീദും കൂടെ പോയിരുന്ന് കഥ പറയുകയും മോഹൻലാലിന് ഇഷ്ടപ്പെടുകയും വളരെ പെട്ടെന്ന് തന്നെ ഡേറ്റ് തരികയും ചെയ്തു. വളരെ ജോളിയായിട്ടാണ് സിനിമ ഷൂട്ട് ചെയ്തത്. ഒരുപാട് ടെൻഷനും കടമ്പുകളും മഴ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ദിവസങ്ങൾ കൊണ്ട് ആ പടം തീർക്കാൻ പറ്റി. അതൊരു അടിപൊളി പടമായി. 10-30ഓളം ആക്ടേഴ്സ്, ഏറ്റവും കൂടുതൽ ആക്ടേഴ്സ്. അത് ഒരു സീനിൽ വരുന്നത് പോലും ഒരു ആക്ടർ പെർഫോം ചെയ്തൊരു പടമാണ്. അല്ലാതെ വഴിയെ പോണവർ തന്നെ നീ പോലീസ് തന്നെ ആവുന്ന കാക്കിയിട്ട് ഇറക്കിയ പടമല്ല. അതിന് പോലും ഒരു സീനെങ്കിൽ ഒരു സീന്. അന്ന് എനിക്കൊന്ന് സുരാജൊക്കെ 2 സീനൊക്കെ വരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 2ാമത്തെ 3ാമത്തെയൊക്കെ പടമാണ് പുഞ്ചിരി ബസ്സിലെ സുമേഷ്. അതെ കറക്റ്റ്. അപ്പോൾ അങ്ങനെയാണ് ഒന്ന് അന്ന് ആ പടം ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. അപ്പോൾ എപ്പോഴും മോഹൻലാൽ ഫാൻസിലുള്ളവർ, ലാൽ ഫാൻസ് മാത്രമല്ല, ലാലിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ, 7 സ്റ്റാഫുകൾ, അവരെല്ലാം പറഞ്ഞു ഛോട്ടാ മുംബൈയുടെ സെക്കൻഡ് പാർട്ട് എടുത്തു. ആ കഥയ്ക്ക് സെക്കൻഡ് പാർട്ട് ഇല്ല, അങ്ങനെ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജിലെ കുറേ പിള്ളേർ വന്നിട്ട് അന്ന് ഛോട്ടാ മുംബൈ ഇറങ്ങി ഹിറ്റ് അടിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിങ്ങനെ, ഞങ്ങൾക്കൊരു കഥ പറയണം. അപ്പം നിങ്ങൾ നിരന്തരം ഇങ്ങനെ ഫോണിൽ വിളിച്ച് പറയുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. എന്താണ് എന്താണ് നിങ്ങളുടെ മനസ്സ്? ഞങ്ങളുടെ മനസ്സിലുള്ള കഥ ഛോട്ടാ മുംബൈയുടെ സെക്കൻഡ് പാർട്ട്. ഞാൻ ഛോട്ടാ മുംബൈയുടെ സെക്കൻഡ് പാർട്ട് എന്നിട്ട് നമ്മൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ, സംഭവം ഇല്ലല്ലോ. അല്ല ഇങ്ങനെയൊരു സംഭവമുണ്ട്. ശ്മശാനത്തിൽ നിന്ന് ബോഡി ഒഴിച്ചെടുത്തിട്ട് വെളിയിൽ ആശുപത്രികൾക്ക് വിൽക്കുന്നതാണ്. നമ്മൾ എണീക്കാൻ വേണം. നിങ്ങളെ പോലെയുള്ള സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നൊക്കെ വന്നിട്ട് നിങ്ങളുടെ ഒരു പുതിയ ഐഡിയയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാനേ പഴഞ്ഞനായിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളെപ്പോലുള്ള ഒരു അഡ്വൈസല്ലേ കുട്ടികളല്ലേ തരേണ്ടത്? അങ്ങനെ ഇല്ല. പലരും ചോദിച്ചു. വെള്ളാനുള്ള നാടിൻ്റെ ആരും സെക്കൻഡ് പാർട്ട് ചോദിച്ചു. ശോഭനയ്ക്കും മോഹൻലാലിൻ്റെ ഒരു കുട്ടിയുണ്ട്. ഞാൻ അതൊക്കെ വിടും. നമുക്ക് എത്രയോ ഫ്രഷ് കഥകളായിട്ട് എത്രയോ പേര് വരുന്നുണ്ട്, എത്രയോ നല്ല ആൾക്കാർ, പുതിയ ഡയറക്ടേഴ്സ് ഏറ്റവും കൂടുതൽ നിറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ മലയാളത്തിൽ, അത് കഴിഞ്ഞാൽ തമിഴിലുമൊക്കെ. അതുപോലെ സബ്ജക്റ്റുകൾ വരുന്നത് തമിഴിലും മലയാളത്തിലൊക്കെ കേട്ടോ. അപ്പോൾ ഈ പടം നെഗറ്റീവ് നോക്കിയപ്പോൾ ഡാമേജ് ആകാതെയുണ്ട്. ഇതിൻ്റെ സൗണ്ടെല്ലാം ഞാൻ അന്നേ എടുത്ത് വച്ചിരുന്നു. അല്ല തെലുങ്കോ തമിഴോ ഒക്കെ ഡബ്ബിങ് പോകുമെന്ന് വിചാരിച്ചിട്ടൊക്കെ എടുത്ത് വച്ചിരുന്നു. അപ്പോൾ അന്ന് DA ചെയ്യാനുള്ള സൗകര്യം തുടങ്ങിയിട്ടില്ല 2007. പിന്നെ ഈ പറഞ്ഞ മാതിരി അന്ന് ഡോൾബി വന്നിട്ടില്ല. അറ്റ്മോസ് എല്ലാം ടെക്നിക്കലി ഇപ്പം നമ്മൾ വളരെ അഡ്വാൻസ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ചേർത്ത് ഇപ്പോൾ ഇറങ്ങിയപ്പം ഞാൻ അന്ന് ഇതിൻ്റെ പ്രൊഡക്ഷൻ സമയത്തും അതിൻ്റെ കാര്യങ്ങളിലും ഡബ്ബിങ് സമയത്ത് ഒരു 10-20 പ്രാവശ്യം അന്ന് കണ്ടിട്ടുള്ളതാണ് ഇതിൻ്റെ വർക്കിന് വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്കും നല്ല മുട്ടായി ആയിരിക്കും. എന്നും വെച്ച് ഒരു വളരെ വയസ്സായൊരു ബ്യൂട്ടി പാർലർ കയറ്റി ചായ അടിച്ചിറക്കുന്ന പോലെയല്ല. ടെക്നിക്കലി വലിയ ഹൈ സപ്പോർട്ട് കൊണ്ടുവന്നപ്പം പടം ഒരു റിയൽ, ഇനിയുള്ള കാലത്ത് അങ്ങനെയുള്ള പടം തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളൊരു സംഭവമുണ്ട്. അതൊരു വലിയ സംഭവമാണ്. ഇപ്പോൾ തന്നെ തുടരും ഇത്രയും ഭയങ്കര ഹിറ്റായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ പുറകിലൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ്, ആ പടം തിയേറ്റർ കാണുമ്പോൾ ഒരു ഓളം ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ഇപ്രാവശ്യം വളരെയധികം ഉണ്ട്. ഇത് തുടരുന്ന ഒരു ആദ്യമായിട്ട് ഞാൻ ഗൂവിൻ്റെ സമയത്ത് സാറിന് ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു, തുടരിൽ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഒന്നും പറയാൻ പറ്റില്ല, പറഞ്ഞാലെല്ലാം പ്രശ്നങ്ങളാ, ഞാൻ വെറുതെ അങ്ങനെ വന്നു പോകുന്ന ഒരു കൂട്ടുകാരനല്ല. അത്രേ പറഞ്ഞുള്ളൂ. അത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ 3 സെന്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന് എത്രമാത്രം ഡെപ്ത് ഉണ്ട് എന്നുള്ളത് നമ്മള് സിനിമ ചില ക്യാരക്ടർ, ഇപ്പം ഞാൻ ഒരു പടം നായകനായിട്ട് അഭിനയിക്കുന്നു, അത് വന്ന് ഫസ്റ്റ് ഡേ വന്ന് സെക്കൻഡ് ഡേ മാറിയ എന്നെ ആരും അറിയില്ല.
അതേസമയം നമ്മൾ ഇതുപോലെ അത്ഭുതകരമായി ഹിറ്റായിട്ട് പോകുന്ന ഒരു പടത്തിൽ ഏതെങ്കിലും ഒരു ആക്ടർ ഒരു സീൻ ചെയ്താലേ അയാൾ ഭയങ്കര ശ്രദ്ധിക്കപ്പെടും. എൻ്റെ ഈ തുടരെയുള്ള കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ ഈ പടം എഡിറ്റ് ചെയ്തത് 3.5 മണിക്കൂറുണ്ടായിരുന്നു. അപ്പോൾ അത് ലെങ്ത് കുറച്ച് 2.3 മണിക്കൂർ ഒരുപാട് സീൻസൊക്കെ പോയിട്ടുണ്ട്. എൻ്റെയും ഈ ലാലും ശോഭനയും ഞാനുള്ള സീനൊക്കെ പോയിട്ടുണ്ട്. എല്ലാം മോശം സീനല്ല, എല്ലാം ക്ലാപ്സ് കിട്ടിയ സെറ്റിൽ ക്ലാപ്സ് കിട്ടിയ ഇൻട്രസ്റ്റിംഗ് സീൻ. പക്ഷേ ഒരു സിനിമയ്ക്ക് ഒരു എത്രയോ ഉണ്ടെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി ഭരതനാട്യം കളിക്കുന്നത് നന്നായിരിക്കുന്നത് എന്നും വെച്ചാൽ ആ കുട്ടി കയറി 9 മണിക്കൂർ കളിച്ചാൽ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അപ്പോൾ എല്ലാത്തിനും ഒരു ടൈമുണ്ട്. ആ ടൈം ലിമിറ്റിനകത്ത് നിർത്തി. അതാണ് വളരെ പെർഫെക്റ്റ് ഫിലിമാണ് തുടരും. അത് തന്നെയാണ് എൻ്റെ അത്ഭുതകരമായ വിജയത്തിൻ്റെ കാര്യം. അതുപോലെ ഇപ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ ഇറക്കാൻ നോക്കിയിട്ട് അല്ലെങ്കിൽ 21-ാം തീയതി ലാലിൻ്റെ ബർത്ത്ഡേക്ക് ഇറക്കാൻ വെച്ചിരുന്നു. പക്ഷേ ഈ ഇറക്കിയ എല്ലാ സ്ഥലങ്ങളിലും ഹൗസ്ഫുള്ളായിട്ട് തുടരി പോകുന്നുണ്ട്. 12 മണിക്ക് അഡീഷണൽ ഷോ ഇടുന്നുണ്ട്. അപ്പോൾ മോഹൻലാലിൻ്റെ ഒരു പടം ഇടുമ്പം മോഹൻലാലിന് തന്നെ ഏതൊരു പടം വരുന്നത് നമുക്ക് താല്പര്യമില്ല. പിന്നെ ഒരുപാട് പടങ്ങളുണ്ട് 23-ാം തീയതി. നമുക്ക് സമാധാനമുണ്ട്. എന്തായാലും പടം എല്ലാം തീർന്ന് റെഡിയായിട്ട് പക്കയായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ജൂണിൽ ഇറക്കുക എന്നുള്ള പരിപാടിയാണ്. ടെക്നിക്കലി എപ്പോഴും അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ കണ്ണെഴുതി പൊട്ടുന്നിട്ടില്ല അതുവരെ കാണാത്ത ഒരു എഡിറ്റ് പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 2-3 കാര്യമുണ്ട്. കണ്ണെഴുതി പൊട്ടുന്നുള്ള പടത്തിൽ ഈ പറഞ്ഞ മാതിരി അന്ന് വരെ നമ്മൾ സിനിമയിൽ ഒരു നെഗറ്റീവ് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഒരു പോസിറ്റീവ് പ്രിൻ്റ് എടുത്തിട്ടാണ് ഡബ് ചെയ്യുന്നത്. അത് കണ്ണെഴുതി പൊട്ടുന്നോട്ട് പൊളിച്ചു. ഒരു സിനിമ നെഗറ്റീവ് ടെലിസിൽ ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ ടി വിയിലാണ് ഡബ് ചെയ്യുന്നത്, ടെലിവിഷനിലാണ് ഡബ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ടെലിവിഷൻ്റെത് കുഴപ്പമാണ്, ടെക്നോളജി രണ്ടിൻ്റെ. നമ്മളൊന്നുമില്ല, നമ്മൾ സിനിമ 24 ഫ്രെയിംസ് പെർ സെക്കൻഡ്, ഫിലിം ടെലിവിഷൻ മേഖലയാകുമ്പോൾ 25 ഫ്രെയിംസ് പെർ സെക്കൻഡാണ് വരുന്നത്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ ഒന്ന്. പിന്നെ അവിടെ എഡിറ്റിംഗ് മലയാളത്തിലില്ല, എല്ലാം കത്രിക വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്കും, സിമെൻറ്റ് വെച്ച് ഒട്ടിക്കുന്ന സംഭവമായിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ളൊരു ടെക്നോളജി അത് ശ്രീകർ പ്രസാദ് വന്നു. അപ്പോൾ അദ്ദേഹമാണ് അത് എഡിറ്റ് ചെയ്ത്. അങ്ങനെ അന്ന് ആ പടം ഒരു ഭയങ്കര സക്സസ് ആയി. അതിനുശേഷം എല്ലാവരും അവിടേക്ക് മറിയുമ്പോൾ പല ഇവിടെയുള്ള എഡിറ്റേഴ്സിനും വർക്കില്ലാതായിപ്പോയി. കാര്യം ഇതൊരു ടെക്നോളജി പുതിയത് പഠിച്ചേ ഉള്ളൂ. ഒരാൾ അപ്ഗ്രേഡ് ചെയ്യാതെ അപ് ടു ഡേറ്റ് ആകത്തില്ലല്ലോ. അങ്ങനെ ആയവരെല്ലാം പിന്നെ നല്ല എഡിറ്റേഴ്സായി. ഇനി അതും കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും നെഗറ്റീവ് എന്നുള്ള സംഭവമേ ഇല്ല. സിനിമയിൽ നിന്നേ പോയി, എല്ലാം കാർഡ് സിസ്റ്റം വന്നു, എല്ലാം വന്നു. അങ്ങനെ മറ്റേ എന്തുമാത്രം ഫിലിമാകും. പിന്നെ അന്നൊക്കെ സിനിമ എന്ന് പറഞ്ഞാൽ ഡയറക്ടേഴ്സ് അടുത്തെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലോസപ്പ് എടുക്കും, ഇനി അടുത്ത ഷോട്ട് ഇവിടെ നിന്ന് എടുക്കുന്നു. അവരുടെ മനസ്സിൽ ഫുൾ പടം വിത്ത് റീറെക്കോർഡിംഗ് ഉണ്ട്. ഇപ്പോൾ അതല്ല, ഒന്നും അറിഞ്ഞിടാത്തവർക്ക് പോലും ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പരിഹാസമായിട്ട് പറയാമല്ലേ, വേറെ ഒന്നുമല്ല. അവർ എടുക്കും, എടുത്തു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ ഇട്ട് കാണുകയാണ്, നമുക്ക് മോണിറ്ററിൽ കാണാം. അത് ശരിയായില്ല, ബാക്കിൽ ഒരു ഇല അനങ്ങുന്നുണ്ട്, ഒരാൾ നടന്നുപോയി, പിന്നെ അയാളുടെ അഭിനയം കുറച്ചുകൂടെ നന്നാവണം, നമുക്കൊന്നും എടുക്കാം. മറ്റേ ആണെങ്കിൽ അയ്യോ എത്ര ഈ ഇതിന് 100 അടി പോയി ഫിലിം, അപ്പോൾ തന്നെ മാറി 10,000 രൂപ മറ്റേ മറിച്ച് എന്ന് കണക്കോട്ട് 400 അടി പോയി എന്നൊക്കെ പറയും. ഇപ്പോൾ അതില്ലല്ലോ. ഈ കാർഡ് സിസ്റ്റം ഒക്കെ വന്നതോടുകൂടി നമുക്ക് എത്ര ടേക്ക് വേണം എടുക്കാം, നമ്മുടെ സൗകര്യത്തിന് ഷൂട്ട് ചെയ്യാം. നമ്മൾ കണ്ട് നമുക്ക് ഓക്കെ ആവുന്ന ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് പെർഫോം ചെയ്യാം, അല്ലെങ്കിൽ ഓക്കെ ആവുന്ന ആംഗിളിൽ വെച്ചെടുക്കാം. അങ്ങനെ അത്രയും അഡ്വാൻസ്ഡ് ആയിപ്പോയി. പിന്നെ അന്നൊക്കെ ഡബ്ബിങ്, അന്നൊക്കെ നമ്മളൊക്കെ വന്ന കാലത്ത് ഒരു ഡയലോഗ്, നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ഇവിടെ വരരുത് എന്ന് പറഞ്ഞ് നമ്മൾ ആ ചുണ്ട് നോക്കി, നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇവിടെ വരരുതെന്ന് പറയും. അപ്പോൾ അതിങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കും. ആ പോസ്റ്റ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇവിടെ വരരുതെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഡയറക്ടർ കട്ട്, ടേക്ക് 1 ടേക്ക് 7 ഓക്കെ ആണെന്ന് പറയും. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഒരു ടേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് കേട്ടു നോക്കാം, മറ്റേ കേൾക്കാൻ പറ്റില്ല.